ഇവർ വിവാഹിതരായതിലെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി വന്ന കാര്യങ്ങളെല്ലാം അജയെടുത്ത് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആ കത്താണ് അവരുടെ ലക്ഷ്യം. ആ കത്ത് തന്നെ അവരെത്തുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കത്ത് ബുദ്ധിപരമായി ആ കത്ത് മാറ്റിവെച്ചെന്നൊക്കെ അജയെടുത്ത് പറയുകയാണ്. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു രഹസ്യം ഭൂമിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ആ രഹസ്യം എന്താണെന്ന് ദാസൻ്റെ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ദാസനെ തിരക്കി എന്തായാലും ആളെത്തുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആളെത്തുകയും ഞാൻ കാണുകയും ചെയ്ത് എൻ്റെ അച്ഛൻ്റെ കൊലയാളി ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തെന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. ഇതെല്ലാം അജയ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഈ ഒരു രീതിയിൽ കേസന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ കൊലയാളികളെ കണ്ടെത്താൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അജയ് ചാടി എണീക്കുന്നുണ്ട്. എന്നെ കേസന്വേഷിക്കാൻ ആരും പഠിപ്പിക്കണ്ട, ഞാൻ വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പായി, സാറിന് വേണ്ടപ്പെട്ടവരാരോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സാർ ഇത്രയേറെ ചൂടാവുന്നത്. മാത്രമല്ല സാറ് എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയെടുത്ത ആ ഒരു താല്പര്യം ഇപ്പം കേസിൻ്റെ നേരായ വഴി പോവാൻ സാർ എടുക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, സാറിന് ബന്ധപ്പെട്ട ആരോ ഈ കേസിൻ്റെ പിന്നിലുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛയ്ക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഭൂമിയും പിടിച്ചു പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് തള്ളിയാണ്. ആ സമയത്താണ് വക്കീൽ വരുന്നത്. വക്കീൽ ഭൂമിയെ പിടിച്ച് നിപ്പിക്കുന്നുണ്ട്. അപ്പം എന്താ അജയ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇവളെ ഇവിടെ കണ്ടുപോകല്ലേ, ഇനി ഇവളെ എന്നെ കേസ് പഠിപ്പിക്കാൻ വന്നേക്കുന്നത്, എന്നെ അന്വേഷണം പഠിപ്പിക്കാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അജയ് ദേഷ്യം കയറിപ്പോവുകയാണ്. അപ്പം ഭൂമി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? അപ്പോൾ ഭൂമി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയോണ്ട് അവർ ദേഷ്യം വന്ന് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയും വിളിച്ചുകൊണ്ട് വക്കീൽ പോവുകയാണ്. ഈ സമയത്ത് സൗഭാഗ്യപുരത്ത് ഭവാനിയും അഞ്ജനയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എല്ലാവരും. അവരെവിടെ പോയിരിക്കും എന്നൊക്കെ ഒരു വിഷമത്തിലാണ് എല്ലാവരും. അപ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, അവരെന്തിനോ ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ ഇവിടുന്ന് പോകേണ്ട കാര്യം എന്ത്? അവർ ഇവിടെ നിന്ന് മറഞ്ഞു നിൽക്കണമെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പം മാധവനും അത് ശരിവെക്കുന്നുണ്ട്. എന്തൊക്കെയോ അവർ മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അതുപോലെ അവരെല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഭവാനി വേറെ ഒരിടത്ത് ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. ആരോരും അറിയാതെ ഒറ്റപ്പെട്ട് മാറി താമസിക്കുകയാണ്. ഭവാനിയുടെ വിചാരം ഭൂമി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭവാനിയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. അതിനു മുമ്പ് ഇറങ്ങിപ്പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഭവാനി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വരുന്ന അജയ് ഇന്ന് ഭൂമി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകപ്പാടെ ടെൻഷനും വിഷമമുണ്ട്. അതിൻ്റെ കൂടെ ഭവാനിയെ കാണുന്നില്ല, ആ ഒരു സങ്കടമുണ്ട്. അജയ് കാരണമാണ് ഭവാനിയും അഞ്ജനയും ആ വീട്ടിൽ നിന്ന് പോയത്. അഞ്ജനെ തല്ലുകയും അതിൻ്റെ മനോവിഷമത്തിലാണ് ഭവാനിയും അഞ്ജനയും അവിടെ നിന്ന് പോയെന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത്. അതിൻ്റെ സങ്കടവും അജയ്ക്കുണ്ട്. അങ്ങനെ അജയ് ആകപ്പാടെ ടെൻഷനിലാണ്. അങ്ങനെ പിറ്റേന്ന് തന്നെ ഭൂമി വക്കീലിനെയും കൊണ്ട് ഒരു പാർട്ടിക്കാരനെ കാണാനൊക്കെ പോകുന്നുണ്ട്. കേസ് ഒന്നും കൂടെ അന്വേഷിക്കാനും അമ്മ നിരപരാധിയാണെന്നും ഈ കേസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ പാർട്ടിക്കാരനെയും കണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുകൂലമായ ഒരു മറുപടിയും ഭൂമിക്ക് കിട്ടുന്നില്ല. അങ്ങനെ വക്കീലും ഭൂമിയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പം വക്കീൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ ഈ പോരാട്ടം എന്തായാലും ഞാൻ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ അമ്മ ജയിലിൽ നിന്ന് പുറത്തിറക്കുക എൻ്റെ ആവശ്യമാണ്. ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. ആ കൊലപാതകയെ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരും. ഞാൻ തോക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് ഭൂമി ഇങ്ങനെ വാശിയോടെ നിൽക്കുകയാണ്.